ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ 3 ബന്ദികളെ കൂടി കൈമാറി കഴിഞ്ഞു ഹമാസ്. ബന്ദികളെ കൈമാറില്ല എന്നായിരുന്നു ഹമാസിന്റെ ആദ്യ നിലപാട്. എന്നാൽ പിന്നീട് അവരെ മോചിപ്പിക്കും എന്ന് ശനിയാഴ്ച അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന് ബന്ദികളെ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. മോചിപ്പിച്ച 3 ബന്ദികളും ഇസ്രായേലിൽ എത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ച ആക്രമണത്തിനിടയിലാണ് ഹമാസ് ഇവരെ പിടികൂടി ബന്ദികളാക്കിയത്. 369 പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചതിന് പകരമായിട്ടാണ് 3 ബന്ദികളെ കൈമാറിയത്. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ ലംഘിച്ചു എന്നാരോപിച്ച് മോചനം വൈകിപ്പിക്കുമെന്ന് ഹമാസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതായിരുന്നു. എന്നാൽ ഇവരെ ഉടൻ വിട്ടയച്ചിട്ടില്ലെങ്കിലും വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ മറുപടി. ഗാസ നരകമാക്കി മാറ്റുമെന്ന ട്രംപിന്റെ ഭീഷണിയിലും ഹമാസ് മുഖം കുത്തി താഴെ വീണു. മാസങ്ങളോളം തടവിലാക്കിയ ബന്ദികളെ ഗാസയിലെ തെക്കൻ നഗരമായ ഖാൻ യൂണിസിലെ റെഡ് ക്രോസിനാണ് ആദ്യം കൈമാറിയത്. അവർ ആരോഗ്യവാന്മാരാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇസ്രായേൽ സൈന്യത്തിന് കൈമാറുകയായിരുന്നു. എന്നിരുന്നാലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുന്നില്ല. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി ആരോപണം ഉയരുന്നുണ്ട്. ഹമാസിനുള്ള സഹായങ്ങൾ ഇസ്രായേൽ തടഞ്ഞാൽ കൂടുതൽ ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തിവെക്കുമെന്നായിരുന്നു ഹമാസിന്റെ ഭീഷണി. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ 42-ാം ദിവസം നീളുന്ന ആദ്യഘട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത് ജൂലൈ 19-ാം തീയതിയാണ്. അതനുസരിച്ച് 33 ബന്ദികളെയാണ് ഹമാസ് വിട്ടയക്കേണ്ടത്. 2000-ഓളം പലസ്തീൻ തടവുകാരെയും ഇസ്രായേലും വിട്ടയക്കണമെന്നായിരുന്നു വ്യവസ്ഥ. അടുത്തിടെ 21 ബന്ദികളെ ഈ വ്യവസ്ഥ പ്രകാരം ഹമാസ് കൈമാറിയിരുന്നു. ഇതിന്റെ ഭാഗമായി 730-ലേറെ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചിട്ടുണ്ട്. ഗാസയ്ക്കു ചുറ്റും ഇസ്രായേൽ സൈന്യത്തെ വിന്യസിപ്പിച്ചതിന് പിന്നാലെയാണ് നിലപാട് ഹമാസിന് മാറ്റേണ്ടി വന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം ബന്ദികളെ ഇന്ന് തന്നെ ഇസ്രായേലിന് കൈമാറാൻ സന്നദ്ധമാണ് എന്ന് പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. കരാർ പ്രകാരം 3 ബന്ദികളെയാണ് കൈമാറുക. ഇന്ന് ബന്ദികളെ കൈമാറിയിട്ടില്ലെങ്കിൽ ഗാസയിലേക്ക് വീണ്ടും ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ശരിക്കു പറഞ്ഞാൽ ഹമാസിന്റെ ഈറ്റില്ലം ഇളക്കുന്ന നിലപാടായിരുന്നു. ഇസ്രായേലിന് അമേരിക്കയും പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഹമാസ് ആകെ ഒന്ന് ഇളകി മറിഞ്ഞു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഹമാസ് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ വീണ്ടും ഗാസയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ ഒരു നരകമാക്കി മാറ്റും എന്ന ട്രംപിന്റെ പ്രഖ്യാപനം കൂടിയായപ്പോൾ ഹമാസ് ആകെ ഭയന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്നലെ ഇസ്രായേൽ പൂർത്തിയാക്കിയിരുന്നു. ഹമാസ് ഇന്ന് ബന്ദികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ ഗാസയിൽ ശക്തമായിട്ടുള്ള ആക്രമണം തുടരാനായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി റിസർവ് സൈനികരോട് തിരിച്ചെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ പ്രകാരം ഇന്ന് 3 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കേണ്ടിയിരുന്നത്. അതെല്ലാം ഹമാസ് കൃത്യമായി ചെയ്യുകയും ചെയ്തു. ഗാസ അതിർത്തിയിൽ പടയൊരുക്കം ആരംഭിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനുവരി 19-ാം തീയതി ആരംഭിച്ച വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിക്കുന്നു എന്ന് ആരോപിച്ചിട്ടായിരുന്നു ശനിയാഴ്ച ബന്ദികളെ വിടില്ല എന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുവടുമാറ്റമുള്ള തീരുമാനവുമായി ഹമാസ് നിലപാട് മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത്. മുഴുവൻ ബന്ദികളെയും വിട്ടിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ ഇസ്രായേൽ റദ്ദാക്കണം എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താക്കീത് ചെയ്തു. വെടിനിർത്തൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം മധ്യസ്ഥരായിട്ടുള്ള ഖത്തറും ഈജിപ്തും ആരംഭിച്ചതാണ്. 15 മാസങ്ങളായി തുടർന്നു പോകുകയാണ്. അവർ ഹമാസിനെ സ്ഥിതിഗതികൾ അറിയിക്കുകയും ചെയ്തു. ട്രംപിന്റെ പിന്തുണയിലുള്ള ഇസ്രായേൽ ആക്രമണം കടുത്തതായിരിക്കുമെന്ന് ഇവർ ഹമാസിനെ അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അന്തിമ താക്കീതുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഗാസയിൽ നിന്ന് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും ഇതിനായി ശനിയാഴ്ച വരെ സമയം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതനുസരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങും. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കിയത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹമാസ് നിലപാട് മാറ്റിയത്. ബന്ദികളെ കൈമാറില്ല എന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത്. ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണം, നമുക്ക് അവരെ എല്ലാം തിരികെ വേണം. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, ഇസ്രായേലിന് വേണ്ടത് ചെയ്യാം. പക്ഷേ എന്റെ കാര്യത്തിൽ ശനിയാഴ്ച രാത്രി 12 മണിക്ക് അവർ ഇവിടെ ഇല്ലെങ്കിൽ വീണ്ടും നരകം സൃഷ്ടിക്കും, ട്രംപ് ഭീഷണി മുഴക്കി. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാമെന്നും ട്രംപ് പറഞ്ഞു. മാധ്യമപ്രവർത്തകർ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹമാസിന് മനസ്സിലായിട്ടുണ്ട്, ഗാസക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും മനസ്സിലാകാത്തവർ 12 മണി കഴിയട്ടെ, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും ഹമാസ് എന്താണ് ചെയ്യേണ്ടതെന്നും അവർക്ക് കൃത്യമായി മനസ്സിലാകും എന്ന് പറഞ്ഞ് ഒരു ചിരി ചിരിക്കുകയാണ് ട്രംപ് ചെയ്തത്. ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് തങ്ങൾ ബന്ദികളാക്കിയവരിൽ അടുത്ത സംഘത്തെ മോചിപ്പിക്കുമെന്ന് ഹമാസ് വ്യാഴാഴ്ച തന്നെ ഡിക്ലെയർ ചെയ്തിരുന്നതായിരുന്നു. അതോടുകൂടി ഗാസ മുനമ്പിലെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് വീണ്ടും യുദ്ധത്തിലേക്ക് പോയേക്കുമോ എന്ന ഭീതി ഒഴിവാകും എന്ന ആശ്വാസത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം.
വെടിനിർത്തൽ കരാറിനെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്തും ഖത്തറും സംഘങ്ങളെ ഹമാസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ പിടിയിൽ അവശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളിൽ 3 പേരെ കൂടിയാണ് ശനിയാഴ്ച മോചിപ്പിക്കാം എന്നുള്ള കരാറിൽ ഹമാസ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതേസമയം ഹമാസിന്റെ പുതിയ അറിയിപ്പിനോട് ഇസ്രായേലിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പറഞ്ഞ വാക്ക് പാലിക്കാത്തതിൽ 15 മാസമായി മധ്യസ്ഥർ എന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈജിപ്തിനെയും ഖത്തറിനെയും അമേരിക്കയെയും കരിവാരി തേക്കുന്ന ഒരു സമീപനം കൂടിയായിരുന്നു ഹമാസ് സ്വീകരിച്ചത്. നേരത്തെ തന്നെ ബന്ദികളുടെ മോചനം വൈകിപ്പിക്കും എന്ന തരത്തിൽ ഹമാസിന്റെ പ്രഖ്യാപനമാണ് ഖത്തറിനെയും ഈജിപ്തിനെയും ചൊടിപ്പിച്ചത്. ടെന്റുകളും അഭയ കേന്ദ്രങ്ങളും അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ഇസ്രായേൽ ലംഘിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു ഹമാസ് നിലപാടുകളിൽ നിന്നും പെട്ടെന്ന് മറുകണ്ഠം ചാടിയത്. അതേസമയം ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ യുദ്ധം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, കണ്ടതിനേക്കാൾ ഏറെയാണ് ഇനിയും കാണാനിരിക്കുന്നത് എന്നും അത് പുനരാരംഭിക്കുമെന്നും അത് അനുഭവിക്കാനും സഹിക്കാനും തയ്യാറായിക്കൊള്ളണമെന്നും ഇസ്രായേലും നിലപാടെടുത്തു. ഇക്കാര്യം ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് മാധ്യമങ്ങളുമായിട്ട് ഡിക്ലെയർ ചെയ്തത്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്നായിരുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. 3 ആഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നു എന്നും ഹമാസ് ആരോപിക്കുന്നു. താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സാമഗ്രികളും മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും ഇന്ധനങ്ങളും ഗാസയിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഹെവി ഉപകരണങ്ങളും എത്തിക്കുന്നത് ഇസ്രായേൽ തടയുകയാണെന്നും ഹമാസ് ആരോപിച്ചു. ഈജിപ്ഷ്യൻ പ്രതിനിധികളുമായി ഇക്കാര്യത്തിൽ കെയ്റോയിൽ വെച്ച് ചർച്ച നടത്തിയതായും ഖത്തർ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഹമാസ് അറിയിച്ചു. അതേസമയം പുതിയ പ്രഖ്യാപനത്തോടുകൂടി വെടിനിർത്തൽ തുടരാനാണ് സാധ്യതയെന്നും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിൽ ഖത്തറും ഈജിപ്തും വിജയിച്ചു എന്നും ചില ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തോന്നുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് ഹമാസ് അഭിപ്രായങ്ങൾ മാറ്റുകയാണ്. എന്തായിരുന്നാലും 3 ബന്ദികളെ മോചിപ്പിക്കണമെന്നും പകരം 360 പരം ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നായിരുന്നു കരാറ്. ഏതാണ്ട് കരാറ് 100% പാലിക്കാൻ ഇസ്രായേൽ സന്നദ്ധമായി വരുമ്പോൾ ഹമാസ് മറുകണ്ഠം ചാടും. ആ സാഹചര്യത്തിലാണ് വ്യോമമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും അതുപോലെ കടൽ മാർഗത്തിലൂടെയും ഒക്കെ സൈന്യങ്ങളെ സജ്ജരാക്കി ഇസ്രായേൽ നിർത്തിയത്. ശരിക്കു പറഞ്ഞാൽ ഹമാസിനെ ഭയപ്പെടുത്തി. ട്രംപും പറഞ്ഞു, ഇതുവരെ കണ്ടതായിരിക്കില്ല യുദ്ധം, ശരിയായിട്ടുള്ള യുദ്ധം ഇനിയും കാണാൻ പോകുന്നതേയുള്ളൂ. ഗാസ ഇതുവരെ കണ്ടതല്ല നരകം, ശരിയായ നരകം എന്താണ് എന്ന് ട്രംപിന്റെ തലച്ചോറിൽ ഉരുത്തിരിയുന്ന ആശയത്തിൽ ബോധ്യപ്പെടുത്തി തരും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇസ്രായേലും ട്രംപും തമ്മിൽ ഒരുമിച്ച് ചേർന്നാൽ ഗാസ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ കാണാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ നരകമായി മാറും എന്നത് അർത്ഥവത്തായി മാറുമെന്ന് ഖത്തറും ഈജിപ്തും ഹമാസിനെ നിരന്തരം ബോധ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ നിലപാടിൽ നിന്ന് മാറാനും ഗാസയെ സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കാനും ഹമാസ് തയ്യാറായതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ദികളെ മോചിപ്പിച്ചത്. നന്ദി.